വേറെ സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതുപോലെ ഡിവൈഎസ്പിയെ കാണാനായിട്ട് രാജീവൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാജീവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താൻ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് പോയി രാഗിയെ കാണാൻ പോയത്? കാണാൻ വരാനല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതിന് വേറെ വഴിയൊന്നുമില്ല, തൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചതായിട്ട് അവൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരസ്പരം ഒരുമിച്ച് യാത്ര ചെയ്യാതെയും ഒരുമിച്ച് കാണാതെയും സംസാരിക്കാതെയൊക്കെ ഇരിക്കുന്നതായും അവളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ തൽക്കാലത്തെങ്കിലും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മുടെ ശാരികയും ഒന്ന് അടങ്ങിക്കോളും പറയുമ്പോൾ രാജീവിനെ തൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. കുറച്ച് നാളത്തേക്കെങ്കിലും രാഖിയെ വിട്ട് രാഖിയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനോ അഭിനയിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഈ ഡിവൈഎസ്പി വിശ്വസിക്കാവുന്ന രീതിയിൽ പിന്നീട് സംസാരിക്കുകയാണ്. അതായത് എന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് വീണ്ടും രാഖിയും രാജീവനും പണ്ടത്തെ പോലെ തന്നെ കുട്ടികളായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും, അതെൻ്റെ ഉറപ്പാണ്. അതിനുവേണ്ടി തൽക്കാലം ഒന്ന് അഭിനയിച്ചാൽ മാത്രമേ ഇതിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ, അതല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. ഞാൻ തന്നോട് ഇത്രയും ക്ലോസ് ആയിട്ട് പറയുന്നത് തന്നോട് അത്രയുള്ള ഒരു താല്പര്യം കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന നല്ലൊരു ഫ്രണ്ടിനെ പോലെ കുറച്ച് ക്ലോസ് ആയിട്ട് നിന്നിട്ടൊക്കെ രാജീവിനോട് സംസാരിക്കുമ്പോൾ രാജീവിനെ വിശ്വസിക്കുകയാണ്. എന്തായാലും സാറ് പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുകയാണ്. എന്നാൽ ഞാനിപ്പോൾ തന്നെ സിയെ വിളിച്ച് പറഞ്ഞേക്കാം രാഖിയെ വിട്ടയക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, രാഖിയെ വിട്ടയച്ചേക്ക്, വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് അങ്ങനെ ഒരു രേഖാമൂലം എല്ലാം എഴുതി മേടിച്ചിട്ട് വേണം വിടാനായിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഓക്കെയും പറഞ്ഞിട്ട് അവർ വെക്കുന്നു. അതിനുശേഷം രാജീവൻ തനിക്ക് ആ ആംബുലൻസിൽ നിന്ന് കിട്ടിയ സിമ്മ് ഡിവൈഎസ്പിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണെന്നൊക്കെ. അപ്പോൾ എന്നിട്ട് രാജീവൻ അങ്ങനെ പോകുമ്പോൾ ഡിവൈഎസ്പി മനസ്സിലോർക്കുകയാണ്, അങ്ങനെ ഞാൻ ശാരികയുടെയും രാജീവൻ്റെയും ഒരേ സമയം വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുകയാണ്, എന്താണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവൻ രാജീവനെ അറിയില്ല, ഞാൻ ആരുടെ കൂടെയാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലങ്ങനെ ആലോചിക്കുകയാണ്. കാണിക്കുന്ന ജയശ്രീയും ശാരികയുമാണ്. ജയശ്രീ ചേച്ചിയോട് പറയുക, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡിവൈഎസ്പിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്നിട്ട് ഡിവൈഎസ്പി വന്നു കഴിയുമ്പോൾ ഡിവൈഎസ്പി ശാരികയുമായി സംസാരിക്കുന്നു. അപ്പോൾ ശാരികയോട് പറയുകയാണ്, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്, രാഖിയും രാജീവനും ഈ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ഒരുമിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഉണ്ടാവില്ല, അതൊക്കെ എഴുതി മേടിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ വളരെയധികം താങ്ക് യു ഒക്കെ പറയുകയാണ്. അതിനുശേഷം സിമ്മ് കിട്ടിയ കാര്യവും കൂടി പറയുകയാണ്, രാജീവൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ശാരിക വളരെ സന്തോഷമാകുന്നു. ശാരിക തിരിച്ച് ജയശ്രീ ചേച്ചിയോട് പറയുകയാണ്, നമ്മളെല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കുന്നു, ഇനിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ രാജീവനെ രാജ്യത്തിൽ നിന്നും പറിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്നു. ശേഷം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. രാഖിയോട് ആ CI രേഖാമൂലം എല്ലാം എഴുതി വാങ്ങിക്കുകയാണ്. എന്നിട്ട് എഴുതിയിരിക്കുന്ന ക്ലോസ് എല്ലാം കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം ഒപ്പിടാൻ, പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ രാഖി അതെല്ലാം വായിക്കുമ്പോൾ സഹിക്കാനാവുന്നില്ല. രാഖി അത് ഓർത്ത് ആദ്യം വിസമ്മതിക്കുന്നു സൈൻ ചെയ്യാൻ, പിന്നീട് പറഞ്ഞു കഴിയുമ്പോൾ സമ്മതിച്ച് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ രാജീവൻ അവിടെ നിന്ന് വരുമ്പോഴേക്കും അവർ വളരെ പരസ്പരം ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് രാഖി ചോദിക്കുന്നുണ്ട്, എന്തിനാ രാജീവേട്ട, നമ്മൾ എന്തുണ്ടെങ്കിലും ഒരുമിച്ച് നിന്ന് തരണം ചെയ്യും, അതിനെയൊക്കെ ഓവർകം ചെയ്യുമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു എടുത്തത്, എനിക്കത് എത്ര വിഷമമായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നുകൊണ്ടാണ് അതിൽ സൈൻ ചെയ്ത് കൊടുത്തതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജീവൻ ആശ്വസിപ്പിക്കുന്നു, എന്ത് തന്നെയായാലും നമ്മളിതൊക്കെ മറികടക്കും, അതിന് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നിന്നേ മാത്രമേ നിവർത്തിയുള്ളൂ, നമ്മൾ പരസ്പരം അകലെയൊന്നും വേണ്ട, എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിന് എന്നെ ആർക്കും തടയാൻ പറ്റുമോ, നീയാണെങ്കിൽ നിൻ്റെ വീട്ടിലുമാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ തന്നെ പറ്റും, പിന്നെ കുറച്ചൊക്കെ അഭിനയിച്ചാൽ മതി, ശാരികയെ ബോധിപ്പിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് CA വന്നിട്ട് പറയുന്നത്, ഇപ്പോൾ എഴുതി ഒപ്പിട്ട് തന്നാലേ ഉള്ളൂ, ഇനി അധികം സംസാരമൊന്നും വേണ്ട, വേഗം പോകാൻ നോക്കുമെന്ന് പറയുന്നു. രാജീവനിപ്പോൾ ഒരുമിച്ച് രാഖിയും കൊണ്ട് പോകാൻ പോകുമ്പോൾ രാഖിയെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് രാജ്യത്തിൽ എത്തിച്ചോളാം, രാജീവൻ പോകുന്ന പറഞ്ഞ് രാജീവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഒരു വക്കീലിനെയും കൊണ്ട് വന്നിട്ട് നമ്മുടെ ജയേട്ടൻ രാഖിയെ ജാമ്യം എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ CA പറയുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 ആൾ ജാമ്യത്തിൽ വിടാവുന്ന കാര്യമേ ഉള്ളൂ, അതിന് നിങ്ങൾ വക്കീലിനെയും കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ പെങ്ങളെ ദ്രോഹിച്ചതിന് പിന്നിൽ ആരൊക്കെയാണെങ്കിലും അവരെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നിങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാഖി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ജയേട്ടൻ. ശേഷം യോഗേശ്വരി ആൻറ്റിയെ ഫോൺ ചെയ്യുന്ന ശാരികയാണ് കാണിക്കുന്നത്. അപ്പോൾ യോഗേശ്വരി ആൻറ്റി പറയുന്നു, മോളെ പറഞ്ഞോളൂ, ഞാൻ നിൻ്റെ നമ്പറൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ എനിക്ക് ചെയ്തെന്ന ഉപകാരത്തിന് 10 ഇരട്ടിയായിട്ട് ഞാനെല്ലാം തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു,
ആരും തന്നെ തുണയില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാണ് എന്നെ സംരക്ഷിച്ചത്. അതിൻ്റെ ഒരു നന്ദി എൻ്റെ മനസ്സിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ യോഗേഷ് ആൻറ്റിയും പറയുകയാണ്, അത് നിനക്ക് മനസ്സിലുണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഞാൻ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല വിളിച്ചത്, ഞാനും രാജീവേട്ടനും കൂടി എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താമസം മാറുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് അവിടെയാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ യോഗേഷ് ആൻറ്റിയുടെ അടുത്തേക്ക് നമ്മുടെ ജഗന്നാഥൻ വരുമ്പോൾ വിളിച്ച വിവരവും പറഞ്ഞ കാര്യങ്ങളെല്ലാം ജഗന്നാഥനോട് പറയുകയാണ്. മനസ്സിലാക്കിയെടുത്തോളം രാഖിയെ വിട്ടിട്ട് ഒരു ജീവിതം രാജീവിനില്ല, പിന്നെ ഇങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. എന്തോ തരത്തിൽ ശാരിക രാജീവിനെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന യോഗേഷ് ആൻറ്റിയെയും രാജീവിനെയും കാണിച്ച്